ഡോക്ടർ, ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നി. ശ്വാസം വല്ലാണ്ട് എടുക്കാൻ പറ്റാണ്ട് ശ്വാസം കിട്ടാതെ ആയിപ്പോന്നു. ഞാൻ വിചാരിച്ചു മരിക്കാനായി. എൻ്റെ ജീവിതം ഇവിടെ തീർന്നതാ. എനിക്ക് വല്ലാണ്ട് വേർക്കുന്നു. ശരീരം ഒട്ടാകെ എനിക്ക് വിറക്കുന്നു. അതെന്തുകൊണ്ടായിരുന്നു ഡോക്ടർ? അനു, ആദ്യം കാമായിട്ടിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നീ ഇവിടെ ഒറ്റയ്ക്കല്ല. ലോകത്തിലെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഈ സിംറ്റം കണ്ടുവരുന്നുണ്ടോ? ഇന്ന് നമുക്ക് എന്താണ് പാനിക് അറ്റാക്ക്, എന്താണ് ആൻസൈറ്റി അറ്റാക്ക്, ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്നൊക്കെ ഇന്ന് നോക്കാം. പ്ലീസ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. എന്ന് വെച്ചാൽ ഒരിക്കൽ എന്തായാലും നമ്മുടെ ലൈഫിൽ ഈ അനുഭവം വന്നാൽ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ ലൈഫ് നമുക്ക് രക്ഷിക്കാം ഇതിലൂടെ. എന്താണ് പാനിക് അറ്റാക്ക്? പാനിക് അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു സഡൻ ഇൻറ്റൻസ് ഫിയർ റെസ്പോൺസ് ആണ്. അതായത് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഫിയർ സെൻറ്റർ ഓവർ ആക്റ്റീവ് ആകുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ വെച്ചാൽ അമിതമായ സ്ട്രെസ് ഹോർമോൺ. അതായത് നമുക്ക് ഭയം തോന്നുമ്പോൾ, നമ്മൾ ആലോചിക്കുമ്പോൾ സ്ട്രെസ്ഫുള്ളായ ഒരു കണ്ടീഷൻ നമ്മളെ ബ്രെയിനിനുള്ളിലെ കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അത് നമ്മളെ ശരീരം ഒട്ടാകെ അത് പിന്നെ ബ്രെയിനുള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഡിഫറൻസും കാരണം നമുക്ക് ഈ കാരണങ്ങൾ ഉണ്ടാകാം. ഭയത്തെ നിയന്ത്രിക്കുന്ന അമിഗ്ഡാല എന്ന ഭാഗം അപകടമൊന്നുമില്ലെന്നും അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നു. തലച്ചോറിലെ ഫിയർ നെറ്റ്വർക്ക് തെറ്റായ സിഗ്നലുകൾ അയക്കുന്നത് കൊണ്ട് ശരീരം അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് കരുതുന്നു. ഇതാണ് ഇതിൻ്റെ റീസൺസ്. നമുക്കിനി ഇതിൻ്റെ സിംറ്റംസ് നോക്കാം. ഹൃദയമിടിപ്പ് കൂടുക, ഓക്സിജന്റെ അളവിലുള്ള മാറ്റം കാരണം നമുക്ക് ശ്വാസം മുട്ട അനുഭവിക്കാം, ശരീരം ഒട്ടാകെ വിറക്കുക, മരണത്തോടുള്ള ഭയം നമ്മളിലേക്ക് എത്തിച്ചേരും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ബി പി റേസ് ആയത് പോലെയാണ് തോന്നുന്നത്. അതായത് നമ്മൾ ബി പി 120 മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ECG ഒക്കെ നോർമലായിരിക്കും. പക്ഷേ ചില സിറ്റുവേഷൻ ചിലവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേ പക്ഷം നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഡോക്ടറെ ബന്ധപ്പെടുക. ബട്ട് ഇതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ് ആൻസൈറ്റി അറ്റാക്ക്. ആൻസൈറ്റി അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് വെറി ചെയ്തിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് നമ്മൾ ദീർഘകാലമായിട്ട് ഒരു ടെൻഷൻ അടിക്കുക, അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിനിലെ കോർട്ടിസോൾ എന്ന ഹോർമോൺസ് പ്രൊലോങ്ഡ് ആയിട്ട് റിലീസ് ചെയ്യും. ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ, അതായത് HPA ആക്സിസ് കണ്ടിന്യൂസ്ലി ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് റെസ്റ്റ്ലെസ്നെസ് തോന്നാം, ഇറിറ്റബിലിറ്റി ഉണ്ടാകും, ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഓവർ തിങ്കിങ് ആയിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. നമുക്കിനി പാനിക് അറ്റാക്ക് വേഴ്സസ് ആൻസൈറ്റി അറ്റാക്ക്. ഇതിൽ സഡൻ ആയിരിക്കും പാനിക് അറ്റാക്ക്. ആൻസൈറ്റി അറ്റാക്ക് ഗ്രാജുവലി ബിൽഡപ്പ് ആയിരിക്കും. പാനിക് അറ്റാക്ക് പീക്ക് ഇൻ 10 to 30 minutes ആയിരിക്കും. പക്ഷേ ആൻസൈറ്റി അറ്റാക്ക് ഹവേഴ്സ് ഓർ ഡേ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറോട്ടോണിൻ എന്ന ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ കുറയുമ്പോൾ നമ്മുടെ മൂഡ് സ്റ്റെബിലിറ്റിയും കുറയും. അതേപോലെ തന്നെ ഗാബ എന്ന ഹോർമോണും കുറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ കാം സിഗ്നലും കുറയും. പക്ഷേ അഡ്രിനാലിൻ എന്ന ഹോർമോൺ അത് പെട്ടെന്ന് റിലീസ് ചെയ്യുകയും പാനിക് സിംറ്റംസ് നമ്മളെ ബോഡി കാണിക്കും. ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങൾ. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര ഡ്രാമ കാണിക്കുന്നതാണെന്ന്, എൻ്റെ നാടകം ആക്ടിങ് ആണെന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും അങ്ങനെയാണോ ഡോക്ടർ? എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തിനായി ഡ്രാമ കാണിക്കുന്നേ? ആബ്സല്യൂട്ട്ലി നോട്ട്. ഇത് നമ്മൾ ഇമാജിനറി ഡ്രാമ ആക്ടിങ് ഒന്നുമല്ല. ഇത് ന്യൂറോ കെമിക്കൽ ആക്ഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം ഇത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. നമുക്കിത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്നാമത് ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് മാറ്റാം. അതായത് 4 സെക്കൻഡിൽ നമ്മൾ ശ്വാസം വലിക്കുന്നു, 2 സെക്കൻഡ് പിടിച്ചു വെക്കുന്നു, 4 സെക്കൻഡ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ എക്സസൈസിലൂടെ ഒരു പരമാവധി സിംറ്റംസ് നമുക്ക് മാറ്റാം. പിന്നെ പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇത് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മാറ്റാം. ഒരു പരിധിവരെ നമുക്കിത് തടയാം. ചിലവർക്ക് ഇത് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സൈക്രാട്ടിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ നമുക്ക് സഹായം തേടാം. ഇതിൽ ഒരു ഷെയിമും നമുക്ക് തോന്നാൻ പാടില്ല. കാരണം ഇത് നമ്മളെ ലൈഫാണ്, നമ്മളാണ് നോക്കേണ്ടത്. ചിലവർക്ക് ഡോക്ടേഴ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം. SSRIs, അതായത് സെറോട്ടോണിൻ റിയാപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന മെഡിസിനും ബെൻസോഡയസെപ്പിൻ മെഡിസിനും നമുക്കിതിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം, അതുപോലെ തന്നെ അവർ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഇത് കഴിക്കുക. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് ഒരിക്കലും നമ്മൾ ഒരു മെഡിസിനും കഴിക്കാൻ പാടില്ല.
ഗൈസ്, നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കണം എന്നൊരു ഷെയിം നമ്മൾ തോന്നാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ലൈഫാണ്, നമ്മളാണ് നോക്കേണ്ടത്. സോ ദയവ് ചെയ്ത് ഇത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഈ സിംറ്റംസ് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഷെയർ ദിസ് വീഡിയോ വിത്ത് സംവൺ ഹു നീഡ്സ് ഇറ്റ്. നിങ്ങൾക്കിതുപോലെ സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും.